ഹലോ എവരിവൺ. എല്ലാവർക്കും എന്നെ കേൾക്കാമോ? കേൾക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ബോക്സ് ഒരു ഇമോജി ഇടാവോ? ഒരു തംസ് അപ്പ്. ഹലോ, ഹലോ, ഹലോ. എന്നെ കേൾക്കാമോ? ഹായ് റിപ്പ, കേൾക്കാം അല്ലേ? ഗ്രേറ്റ്, ഗ്രേറ്റ്. ഹലോ ബിരാം, ഹലോ ടീന, ഹലോ അസ്ന, യാ, ഫഹാൻ, ഫാത്തിമ, നദിയ, ശിവാനി. ഹായ് എവരിവൺ. ഹായ്, ഹായ്. നമസ്കാരം, നമസ്കാരം. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് IIT-യിലാണ്. ഓക്കെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. പാലക്കാട് IIT-നെ പറ്റി എല്ലാവർക്കും അറിയാലോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് നമ്മുടെ പാലക്കാട് IIT. അപ്പോൾ അവിടെ നമ്മളുടെ കമ്പനി ആണ് വിട്ടേക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്നാണ് ക്ലാസ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു മാത്സ് ടീച്ചറാണ്. ആൻഡ് ഇത് എൻ്റെ കമ്പനിയാണ്. ആൻഡ് ഞാൻ തന്നെയൊക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാവുക. ഓക്കെ, വൺസ് ജോയിൻ ട്യൂഷനൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യത്തില്ലേ? ട്യൂഷനൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ഈ ബേസിക് ക്ലാസ് കഴിഞ്ഞിട്ട് ട്യൂഷനൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ബേസിക് ഐ ബി ഡീലിംഗ്. ഓക്കെ, കുറെ പേര് പറഞ്ഞു സാറ് ഭയങ്കര ഇംഗ്ലീഷ് പറഞ്ഞു മനസ്സിലാവുന്നില്ല, മലയാളം മാത്രം. ഞാൻ മാക്സിമം മലയാളം മാത്രം അത് അറിയാണ്ട് വരുന്നുണ്ടല്ലോ. ഹായ് ശിവാനി, ഹായ് സമീര, ഹായ് എവ്രി വൺ, ഹായ്. ഇനിയും കുറെ പേരുണ്ടല്ലോ വരാൻ. ഇത് 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഓക്കെ, അതിനു മുന്നേ കേൾക്കാമോ എല്ലാവർക്കും? എല്ലാവർക്കും കേൾക്കാമോ? അത് തംസ് അപ്പ് വിടുമോ? ഞാൻ എപ്പോഴും പറയാം നിങ്ങൾക്ക് ചാറ്റിങ്ങിന് പുതുക. ഒരു തംസ് അപ്പ് വിടാനാണ് ബുദ്ധിമുട്ട്. എല്ലാവർക്കും കേൾക്കാം, എല്ലാവർക്കും കേൾക്കാം. കേൾക്കാം. നാട്ടിൽ നല്ല മഴയുണ്ടോ? എങ്ങനെയാണ്? ഞാൻ മ്യൂട്ട് ചെയ്ത് വെക്കാണ്. മ്യൂട്ട് മാറ്റിയാലോ എന്ന് നോക്കി വെക്കാണ്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ മ്യൂട്ട് മാറ്റി സംസാരിക്കുന്ന ഓപ്ഷൻ ആണ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. സോ ശരി, അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കയറാം. ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. ഹലോ എവ്രി വൺ, ഹായ് ഹായ്. വരൂ, ക്ലാസ്സിലേക്ക് വരൂ. ഒരു ക്ലാസ്സിൽ പോകേണ്ട തുറന്നു പോകാം കേട്ടോ. ഹലോ, ഹലോ എവ്രി വൺ, ഹായ് ഹായ്. ഹലോ ഷാൻഷ, ഹായ്. ഓക്കെ, തുടങ്ങല്ലേ? അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഫോൺ പ്ലീസ് മ്യൂട്ട് ചെയ്ത് കേട്ടോ. ക്ലാസ് ജോയിൻ ചെയ്യാൻ എല്ലാവരും മ്യൂട്ട് ചെയ്യണം. ഓക്കെ, മറക്കല്ലേ. ഹലോ, 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 ഹായ്. ഓക്കെ, ഹായ് ദിൽഷ, ഹായ്. ശരി, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഷഹൻഷ, ഹായ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4x² ഹോംവർക്കാണ്. 4x² പ്ലസ് 3x മൈനസ് 7x² പ്ലസ് 10x. ഇത് സോൾവ് ചെയ്യണം അല്ലെ? നമുക്ക് ഇത് സോൾവ് ചെയ്യണം. നമ്മൾ ആദ്യത്തെ ചെയ്തതുപോലെ ഒരേ വേരിയബിളും ഒരേ പവറിൽ ആൾക്കാർ കണ്ടുപിടിക്കും. സെയിം വേരിയബിൾ ആൻഡ് സെയിം പവർ. നോക്കുമ്പോൾ 4x² ആൻഡ് -7x². 4x² -7x² ലൈക്ക് ടേംസ് അല്ലേ?
അതേപോലെ 3x-ഉം 10x-ഉം ലൈക്ക് ടേംസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കിത് 4x² - 7x² ഒരു ബ്രാക്കറ്റിലാക്കി എഴുതാം. അതേപോലെ 3x + 10x നമുക്ക് ഒരേ ബ്രാക്കറ്റിലാക്കി എഴുതാം. അപ്പോൾ 4x² - 7x² എന്താ? -3x². അല്ലയോ? ഇവിടെ നോക്കിയേ, 4 - 7. എന്താണ് ഈ 4 - 7? 4 - 7 -3 അല്ലേ? 4 - 7. 4 - 7 എന്തിട്ടാണ്? അത് -3 ആണ്. അതേപോലെ പ്ലസ് 3x + 10x എന്താ? 13x. ഇതാണ് നമ്മൾ ആദ്യത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ എത്ര പേരായി? കുറവ് നല്ലത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ -7xy -8xy + 4x² + 10x² എന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? -7 - 8 -7 - 8 അല്ലേ? അതെനിക്ക് -7 + -8 ആക്കി കൂടെ. -7 - 8 എനിക്ക് -7 + -8 ആക്കാം അല്ലേ? നോക്കി കുട്ടികളെ, -7 - 8 എനിക്ക് -7 + -8 ആക്കാം. എന്തുകൊണ്ടാ? XY ഇവിടെ ഉണ്ട്, XY ഇവിടെ ഉണ്ട്. ഇവിടെ ലൈക്ക് ടേംസ് അല്ലേ? അപ്പോൾ എന്താണ് കുട്ടികളെ വരിക? -15xy പ്ലസ് ഇവിടെ നോക്കി കുട്ടികളെ, 4x²ഉം അതേപോലെ 10x²ഉം. 4x²ഉം 10x²ഉം 4x²ഉം 10x² കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ? 4 + 10 എന്തുട്ടാ? 14 അല്ലേ? അപ്പോൾ 14x². മൂന്നാമത്തെ 16xy -8xy + 14x²y -7x²y. അപ്പോൾ ഇവിടെ നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ലൈക്ക് ടേംസിനെ കണ്ടുപിടിക്കണം. ലൈക്ക് ടേംസ് മീൻസ് എന്താ കുട്ടികളെ? ഒരേ വേരിയബിളും ഒരേ പവറും. ഒരേ വേരിയബിളും ഒരേ പവറും. ഒരേ ആൽഫബറ്റ് എന്താ? സെയിം ആൽഫബറ്റ് എന്താ പറയുക? ഇവർ രണ്ടുപേരല്ലേ? ഇവർ രണ്ടുപേരും നോക്കുമ്പോൾ നമുക്ക് ഇവിടെ XY വരുന്നുണ്ട്, ഇവിടെയും XY വരുന്നുണ്ട് അല്ലേ? ഇവിടെയും XY വരുന്നുണ്ട്, ഇവിടെയും XY വരുന്നുണ്ട്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? നമുക്ക് അവിടെ വരുന്നത് എന്താ കുട്ടികളെ? 16 - 8 അല്ലേ? അപ്പോൾ 8xy പ്ലസ് ഇനി എന്താ നമുക്ക് വരുന്നത്? നമുക്ക് വരുന്നത് ഇവർ രണ്ടുപേരും നമ്മൾ നോക്കുമ്പോൾ എന്താ? 14x²y -7x²y. നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 14x²y -7x²y. എളുപ്പാട്ടോ, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 14 - 7 എന്ത് വരും നമുക്ക്? 7x²y അല്ലേ? ഇങ്ങനെയല്ലേ രണ്ടും വരാം. ഓക്കെ, മൂന്ന്. അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ എന്താ? നാലാമത്തെ ക്വസ്റ്റ്യൻ 10x²y -8xy² -8xy² plus 10x²y minus 5xy² -5xy². ഇവിടെ ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ വേരിയബിൾ പോലെ എല്ലാവരും ഇല്ലല്ലോ. ആ, ഒരേ വേരിയബിൾ x²y ഇവിടെയുണ്ട്, x²y ഇവിടെയുണ്ട് അല്ലെ? എന്താ പിള്ളേരെ? x²y ഇവിടെയുണ്ട്, x²y ഇവിടെയുണ്ട്. ബേസിക്കലി ഇവർ രണ്ടുപേരും വിളിക്കുന്ന പേരെന്താ? ലൈക്ക് ടേംസ്. അപ്പോൾ ലൈക്ക് ടേംസ് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? ഇവിടെ നോക്കി, ഒരേ ബ്രാക്കറ്റിൽ എഴുതിയാൽ പോരെ എളുപ്പത്തിന്. അപ്പോൾ 10x²y plus 10x²y പ്ലസ് വേറെ ഏതൊക്കെയാ? -8xy² -5xy² -8xy² -5xy². ഇവിടെ നോക്കുമ്പോൾ 10 + 10 20x²y പ്ലസ് -8xy² -5xy² -13xy². കേട്ടോ? നമ്മൾ ഇങ്ങനെ ലൈക്ക് ടേംസിനെ ഗ്രൂപ്പ് ചെയ്യണം. ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം കുട്ടികളെ? ഓക്കെ, ഇവർക്ക് രണ്ടാമോ x² അല്ലേ?
ഇവർ രണ്ടുപേരും എക്സ് സ്ക്വയർ വൈ അല്ലേ? ഇവർ രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്നാണ്. ഒരേ വീട്ടിൽ നിന്നുള്ള ആൾക്കാരെ ഒരു ബ്രാക്കറ്റിൽ എഴുതാം അല്ലേ? ഇനി ഇവിടെ എക്സ് വൈ സ്ക്വയർ, ഇവിടെ എക്സ് വൈ സ്ക്വയർ. അപ്പൊ ഇവർ രണ്ടുപേരും വേറെ വീട്ടിൽ നിന്ന്, വേറെ സെയിം വീട്ടിൽ നിന്ന്. അപ്പൊ അവർ രണ്ടുപേരും ഒരേ ബ്രാക്കറ്റിൽ വരും. അങ്ങനെ സാധ്യത മതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യൻ. 13a² b minus 7ab plus 14ab² a² b കേട്ടോ പ്ലസ് 10ab. അപ്പൊ മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. പ്ലീസ് ലിസൺ ഹിയർ, പ്ലീസ് പ്ലീസ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച, എല്ലാവരും ശ്രദ്ധിച്ച. ക്യാമറ ഓൺ ആക്കണോ? വേണ്ടല്ലോ. ക്യാമറ ഓണാക്കി ശരിയാക്കില്ല, ആരും വിശ്വാസം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേരിയബിളിനും പവറും സെയിം ആണോ നോക്കുക. ഏതാ? വേരിയബിളും പവറും സെയിം ആണോ നോക്കുക. അപ്പൊ ഇപ്പൊ 13a² b അല്ലേ? വേറെ ഏത് a² b ഇല്ലേ? 14a² b. അപ്പൊ അവർ രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്ന്. അപ്പൊ അവർ രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്ന്. അപ്പൊ ഒരേ വീട്ടിൽ നിന്നുള്ള ആൾക്കാരെ ഒറ്റ സെയിം ബ്രാക്കറ്റിൽ എഴുതാം. ഒരേ വീട്ടിൽ നിന്നായ 13a² b യും ഒരേ വീട്ടിൽ നിന്നായ 14a² b യും ഒറ്റ ബ്രാക്കറ്റിൽ. ഇനി വേറെ വീട്ടിൽ നിന്നായ ആരൊക്കെയാണ്? വേറെ വീട്ടിൽ നിന്നൊക്കെയാൻ -7ab യും പ്ലസ് 10ab യും വേറെ ബ്രാക്കറ്റിൽ അല്ലേ? ഒരേ വീട്ടിൽ നിന്നായ 13a² b യും 14a² b യും ഒരുമിച്ച്, വേറെ വീട്ടിൽ നിന്നായ -7ab യും 10ab യും ഒരുമിച്ച്. ഇനി ആഡ് ചെയ്താൽ മാത്രമേ പോരെ. 13 + 14 എന്താ? 13 + 14 എന്താ? 27 അല്ലേ? 27 അല്ലേ? 13 + 14 13 14 ആഡ് ചെയ്യുമ്പോൾ 27. 27a² b പ്ലസ്, ഇനി ഇവിടെ ഏതാ? -7ab പ്ലസ് 10ab. ഇതൊക്കെ -7ab പ്ലസ് 10ab എത്ര കിട്ടും നമുക്ക്? +3ab. +3ab. ഇതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്. ഓക്കെ, ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഹലോ, ക്ലിയർ ആണോ? എന്തായാലും ഒന്നും മിണ്ടാത്ത. ഓക്കെ അല്ലേ? ഓക്കെ, ശരി ശരി. ഓക്കെ, നമുക്കിനി മൾട്ടിപ്ലിക്കേഷൻ ആൾജിബ്രായിക് ക്ലിയർ ആണല്ലേ? താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇനി നമ്മൾ ആൾജിബ്രായിക് മൾട്ടിപ്ലിക്കേഷൻ പോകും. വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരു 10ാം ക്ലാസ്സിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആൾജിബ്രായിക് മൾട്ടിപ്ലിക്കേഷൻ ഇല്ലാണ്ട് പറ്റില്ല, പാസ്സാക്കാൻ. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ മൾട്ടിപ്ലൈ ലിസൺ ചെയ്യുക, ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ്. മൾട്ടിപ്ലൈ 2 × 5ab. 2 × 5ab നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും? 2 × 5ab എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് ഈ 2ഉം 5ഉം മൾട്ടിപ്ലൈ. 2ഉം 5 എന്താ മക്കളെ? 2ഉം 5 മൾട്ടിപ്ലൈ എന്താ? 10 അല്ലേ? നമുക്ക് കിട്ടാൻ പോകുന്നത് 10ab ആണ്. ഇനിയിപ്പോ അതേപോലെ ശ്രദ്ധിക്കാം, 3a × 5a. 3a × 5a എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക? 3a × 5a എന്ന് പറയുമ്പോൾ 3 × 5. ആദ്യം നമ്മൾ 3 × 5 ആകും. 3a × 5 എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ 3 × 5. 3 × 5 എന്താ? 15. ഇനിയാണ് പ്രശ്നം വരുന്നത്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. a × a എന്താ? വാട്ട് ഇസ് a × a? a × a എന്താ? a² അല്ലേ? എന് പവർ 1 ഇൻറ്റു എന്റെ വേറെ പവർ 1 ആണെങ്കിൽ എന് എന്താവും? പവർ നമ്മൾ ആഡ് ആവത്തില്ലേ? 1 + 1 എന്റെ പവർ 2 ആയിട്ട് മാറും. അതായത് a² ആയിട്ട് മാറും. യെസ്, എക്സാക്ട്ലി. ഓ, എല്ലാവർക്കും ഉഷാറാവും. ഓറാവട്ടെ, ഞാൻ സിമ്പിളി പറയത്തില്ലേ? ഓക്കെ, അപ്പോൾ എന്താ വരും നമുക്ക്?
15a² വരും അല്ലേ? ഇനി അതേപോലെ 2ab ഇൻ സോറി 2ab ഇൻറ്റു 3a. എന്താണ് 2ab ഇൻറ്റു 3a വരിക? 2ab ഇൻറ്റു 3a എന്താ? അയ്യോ മറന്നു എല്ലാവരും, വെക്കേഷൻ ആയിട്ട് എല്ലാവരും മറന്നല്ലോ. 2ab ഇൻറ്റു 3a, 2ab ഇൻറ്റു 3a എന്താണ്? അതായത് ഇവിടെ നോക്കിയേ, a ഇൻറ്റു a എന്താ? a². പിന്നെ നമ്മൾ ബി തന്നെയല്ലേ, ബി തന്നെയാണ് അല്ലേ? അപ്പൊ ബി തന്നെ ഇട്ടു. ഇനി നമ്മൾ നോക്കിയിട്ടുണ്ടാ 2 ഇൻറ്റു 3 എന്താ? 2 ഇൻറ്റു 3, 2 ഇൻറ്റു 3 നമുക്ക് 6 വരും. അതായത് 6a²b. എങ്ങനെയാ ഈശ്വര? ആ 6a², യെസ് യെസ് യെസ്. ഇനി അടുത്ത് 5a²b ഇൻറ്റു 3a²bc. ഒന്ന് ചെയ്യാവോ? ഒന്ന് ചെയ്യാവോ? എക്സാക്ട്ലി. ഓ എല്ലാവർക്കും ഉഷാറായില്ലോ, ഉഷാറായി ഉഷാറായി, എല്ലാവരും ഉഷാറായി. എല്ലാവരും എവിടെ പോയിരിക്കുന്നു എല്ലാവരും? ഞാൻ ആർക്കും ട്യൂഷൻ വേണ്ട പോയെന്ന് വിചാരിച്ചു. ശരി, ഇത് ചെയ്യും 5a²b ഇൻറ്റു 3a²bc. 5a²b ഇൻറ്റു 3a²bc. മക്കളെ സോൾവ് ചെയ്യൂ. എനിക്ക് ഉഷാറായി. ആദ്യം മൾട്ടിപ്ലൈ ദ നമ്പേഴ്സ്. മൾട്ടിപ്ലൈ എന്ത് വരും? 15. ഫാത്തിമ നോക്കാം. 15. ഇനി a² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a² എന്ത് വരും? a² ഇൻറ്റു a² എന്താ? a²2 അല്ലേ? a⁴ വരില്ലേ? മൾട്ടിപ്ലിക്കേഷന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? മൾട്ടിപ്ലിക്കേഷന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ a²ഉം when you multiply നമ്മൾ ഒരേ വേരിയബിൾ to the same power multiply ചെയ്യുമ്പോൾ powers gets added. What you have here? അത് ഇടയ്ക്ക് ഇംഗ്ലീഷ് പോയിട്ട് മാപ്പ്. 15 എന്താ വരിക? 15a⁴. Now ഇവിടെ എന്താ ഉള്ളത്? ഇനി നമുക്കിനി എന്താ ഉള്ളത്? വിശാൽ വോയിസ് ക്ലിയർ ആവുന്നില്ല. ഇത് ഏത് ക്ലാസ്സിന്റെ ക്ലാസ്സാണ്? ഇത് ഏത് ക്ലാസ്സിന്റെ? ഇത് ഓൾജിബ്ര ആണ് മോനെ. എന്നെ കേൾക്കാനില്ലേ? വോയിസ് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ശരി റെഡിയാക്കാം. ഇനി ഇവിടെ നോക്കേണ്ടത് വെച്ചാൽ b ഇൻറ്റു b എന്താ? b² ഇൻറ്റു c. ഞാൻ ഇപ്പോൾ വോയിസ് സെറ്റ് ആക്കി. ഹലോ, ആ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നേ? അപ്പൊ ക്ലിയർ ആണോ? ഹലോ, ഇത് ഷെഹൻഷാ മുഹമ്മദ്. ഇത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ക്ലിയർ ആണോ? അപ്പോൾ എല്ലാവർക്കും പെർഫെക്റ്റ് ആണോ? പ്ലീസ് ഒന്ന് പറയൂ. എന്നെ വൃത്തിക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പറയൂ. ക്ലിയർ ആണ് അല്ലേ? അടിപൊളി, സൂപ്പർ. ഓക്കെ,
ഇനി നമുക്ക് ഒരു പേര് ചെയ്യാം അല്ലെ? സൂപ്പർ. ഓക്കെ. ഇനി ഇനി നമ്മൾ 7ാം ക്ലാസ്സിലെ ഓൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കും. അതായത് ഇന്റിജേഴ്സും ഓൾജിബ്രയും എക്സ്പോണൻസും പവേഴ്സ് ഒക്കെ അതിഗംഭീരമായി ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ -2. ഓക്കെ. -2 a cube b square c into -3 a square bc into 4ab that is equal to എന്നുണ്ട്. ഇത് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ ഏതൊക്കെ നമ്പേഴ്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് ഏതൊക്കെ നമ്പേഴ്സാണ്? -2, -3, 4 അല്ലേ? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഏതൊക്കെ കുട്ടികളെ? -2, -3, പിന്നെ ഏതാ? 4 ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ -2, -3, 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ഏതൊക്കെ കുട്ടികളെ? നമുക്ക് 4 ഇൻറ്റു -3 ഇൻറ്റു -2. ഇപ്പൊ രണ്ട് നെഗറ്റീവ് സൈൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് നെഗറ്റീവ് സൈൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? പോസിറ്റീവ് അല്ലേ? അപ്പോൾ പോസിറ്റീവ്. ഇനി നോക്കി 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 4 24, 24. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ എന്ത് നോക്കേണ്ടത്? എന്താ? വേരിയബിൾസ് ടു ദി പവർ അല്ലേ? അപ്പൊ വേരിയബിൾസ് എന്താ? a raised to 3, a raised to 2 and a raised to 1. ഏതൊക്കെ വേരിയബിൾസ് ടു ദി പവർ? a cube, a cube, a square and a അല്ലേ? ഏതൊക്കെയാ? a to the power 3, a to the power 2 and a to the power 1. അപ്പൊ ഈ 3 ആൽഫബറ്റ്സ് എന്താ? a ആയിക്കൊണ്ട് തന്നെ a ഇട്ടു. ഇനി എന്താണ് അവരുടെ പവേഴ്സിന് പറ്റുക? അവരുടെ പവർ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? 3 + 2 + 1 ഈ 6 6 ഇനി b to the power എന്താ? b to the power 2, b to the power 2, b to the power 1, b to the power 1. b to the power 2, b to the power 1, b to the power 1. അപ്പൊ എന്താ കിട്ടില്ലേ? 2 + 1 + 1, 2, 3, 4. അപ്പൊ നമുക്ക് കിട്ടുന്നത് പവർ 4. ഇനി എന്താ? സി ആണല്ലേ? അപ്പൊ സി എന്താണല്ലേ? c to the power 2 അല്ലേ? c to the power 1, c to the power 1 + 1, 2. ഇതാണ് നമ്മളുടെ പേര്. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും സോൾവ് ചെയ്യും. ഏത് പച്ച കുട്ടിക്കും ഇത് സോൾവ് ചെയ്യും. ഇനി ഇനി നമുക്ക് എടുക്കാൻ പോകുന്നത് ബൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ബൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ. അതായത് രണ്ട് പേരുടെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിക്കാൻ പോകും. രണ്ട് പേര് എങ്ങനെയാണ് മൾട്ടിപ്ലൈ? അതിന് മുമ്പ് ഒരാൾ മൾട്ടിപ്ലൈ നോക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ 3 ഇൻറ്റു 2a + 5b. ഇതെങ്ങനെ മൾട്ടിപ്ലൈ നമുക്ക്? 3 ഇൻറ്റു 2a + 5b. എന്താ ആൻസർ ചെയ്തോ? മുമ്പത്തെ ക്വസ്റ്റിന്റെ പ്രഹൻഷ ഇവിടെ നോക്കും. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, ശ്രദ്ധിക്കുക. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിക്കാതെ കേട്ടോ. ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ 3 വെച്ചിട്ട് ഇത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ? മൊത്തം മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് 9ab ആണോ? അല്ല, 9ab അല്ല. ശ്രദ്ധിക്കുന്നത്. അതായത് ഇവിടെ നോക്കും. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് 3 ഇൻറ്റു 2a. പിന്നെന്താണല്ലേ? 21ab അല്ല, 3 ഇൻറ്റു അല്ല റിട്ടം. ശ്രദ്ധിക്കുക, അവിടെ തെറ്റി, എല്ലാം തെറ്റി. ഞാൻ ആദ്യം എന്താ ചെയ്തത്? 3 ആൻഡ് 2a രണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. 3 ഇൻറ്റു 2a, 3 ഇൻറ്റു 2a. ഈ കളർ ഉണ്ടല്ലേ? 3 വെച്ചിട്ട് ഞാൻ 2a മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് 3 ഇൻറ്റു 2a. ഓക്കെ. ഇനി 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 ശ്രദ്ധിക്കുക. ഇനി അതേ 3 വെച്ചിട്ട് ഞാൻ 5b മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നടുക്ക് ഏതാ? പ്ലസ് ആണ്. ആ നടുക്ക് പ്ലസ് ഞാൻ എടുക്കും. ആ നടുക്കത്തെ പ്ലസ് ഞാൻ താഴത്തേക്ക് കൊണ്ടുവന്നു
3 × 2 മറ്റോടത്ത് എഴുതി, വലത്തെ ഭാഗത്ത് എന്ത് എഴുതണം? 3 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു. ഒരു കാര്യം ഒന്നുകൂടി ഞാൻ പറയുന്നു. നമ്മൾ ആദ്യം 3 വെച്ചിട്ട് 2a മൾട്ടിപ്ലൈ ചെയ്യണം, 3 വെച്ചിട്ട് 5b മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലേ? 3 വെച്ചിട്ട് 2a മൾട്ടിപ്ലൈ ചെയ്യണം, അതേപോലെ 3 വെച്ചിട്ട് 5b മൾട്ടിപ്ലൈ ചെയ്യണം. ഒന്നുകൂടി ഞാൻ പറയാം. 3 വെച്ചിട്ട് 2a മൾട്ടിപ്ലൈ ചെയ്യണം, 3 വെച്ചിട്ട് 5b മൾട്ടിപ്ലൈ ചെയ്യണം. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് വല്ല ഐഡിയ ഉണ്ടോ? എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്? ഉം, ഉം. ഇത് നമ്മൾ എന്നാ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ 3 വെച്ചിട്ട് ഈ 21 അല്ല റിഫോം. 3 ബ്രാക്കറ്റ് നടക്കേണ്ട മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 3 ബ്രാക്കറ്റിന് നടക്കും മൾട്ടിപ്ലിക്കേഷൻ. 3 ബ്രാക്കറ്റിന് നടക്കും മൾട്ടിപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെയും മൾട്ടിപ്ലിക്കേഷൻ വരണം, നമുക്ക് ഇവിടെയും മൾട്ടിപ്ലിക്കേഷൻ വരണം, കേട്ടോ? അപ്പൊ എന്താ 3 × 2 എന്താ? 6a. 3 × 5b എന്താ? 15b. ഇത് രണ്ടും ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ രണ്ടും ആഡ് ചെയ്യാൻ പറ്റാത്ത? നമുക്ക് ഇവിടെ എയും ഇവിടെ ബിയും വേറെ വേറെ വേരിയബിൾ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ശരി. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം, ചെയ്യും എല്ലാവരും. ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് ഉണ്ട്. ഓക്കെ, അവിടെ ഭക്ഷണം കഴിക്കാം. മതി. സോറി, അമ്മ വിളിച്ചു വരുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ അമ്മമാരെ വിളിച്ച് നമ്മൾ ഫോൺ എടുക്കണ്ട എന്തായാലും, അല്ലേ? തീർച്ചയായിട്ടും എടുക്കും. ഓക്കെ, സോ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്തേ. -2 × 7a - 3b ഒന്ന് ചെയ്ത കുട്ടികളെ. ഷാദിക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഷാദ മോളെ, ഇവിടെ മോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ -2 ബ്രാക്കറ്റിൽ നടക്കുക. -2 ബ്രാക്കറ്റിൽ നടക്കും മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അല്ലേ? -2 ബ്രാക്കറ്റിൽ നടക്കും. ഇപ്പൊ ഇവിടെ പ്ലസ് അല്ല, അല്ലെ? മൈനസ് അല്ല, ഇവിടെ ഡിവിഷൻ അല്ല, ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം മോളെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഇത് വെച്ചിട്ട് ഇയാളെ മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് വെച്ചിട്ട് ഇയാളെ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് പ്രൊസീജിയർ. അതായത് ഇയാളെ വെച്ചിട്ട് ആദ്യത്തെ ആളെ, ഇയാളെ വെച്ചിട്ട് രണ്ടാമത്തെ ആളെ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് നമ്മൾക്ക് വേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് നോക്കൂ എല്ലാവരും പ്ലീസ്. -2 7a മൾട്ടിപ്ലൈ, -2 × 7, അല്ലെ? -2 7a ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ അതേപോലെ വേറെ ആരാണല്ലേ ഈ പറയുന്ന -2 വേറെ കൊടുക്കട്ടെ. ഈ പറയുന്ന -2 -3b മൾട്ടിപ്ലൈ. നോക്കിയേ മക്കളെ, ഈ മൈനസ് നടക്കില്ലേ? ആ മൈനസ് ഞാൻ ഇവിടെ വെക്കണല്ലോ, നെഗറ്റീവ് ഡബിൾ അല്ലേ? അപ്പൊ മൈനസ് ഞാൻ ഇവിടെ ഇട്ടു, മൈനസ്. ഇനി എന്താ മക്കളല്ലേ, ഈ -2 3b ഉണ്ട് അല്ലെ? ഈ -2 3b, അപ്പോൾ ഏതാ? -2 × 3b. ഓക്കെ, ആ, ഓക്കെ, ശരി. ഇനി നമ്മൾ സ്കൂളിൽ ഒരു കാര്യം പഠിച്ചു, രണ്ട് നെഗറ്റീവ് സൈൻ ഒരുമിച്ച് വരികയാണെങ്കിൽ എന്തായി മാറും? ഇനി ആർക്കെങ്കിലും പറയാൻ പറ്റും? രണ്ട് നെഗറ്റീവ് സൈൻ ഒരുമിച്ച് വരുമ്പോൾ എന്താ മാറും? രണ്ട് നെഗറ്റീവ് സൈൻ പോസിറ്റീവായിട്ട് മാറില്ലേ? അല്ലേ? രണ്ട് നെഗറ്റീവ് സൈൻ വരുമ്പോൾ പോസിറ്റീവായിട്ട് മാറും. ആ, അതെ നിഷാൽ, അതെ അതെ, തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഇതിന്റെ ആൻസർ എന്താ? -14a, അല്ലേ? ഇനി ഇവിടെ രണ്ട് നെഗറ്റീവ് സൈൻ വന്നു, നെഗറ്റീവ് നെഗറ്റീവ് എന്താ? പോസിറ്റീവ്, അല്ലേ? ഇനി എന്താ? 2 × 3b എന്താ? 2 × 3b 6b. ഇതാണ് ആൻസർ. ഒന്നും കൂടെ ഞാൻ പറയാം, ഷാന മോൾ ഒന്നും കേൾക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം നോക്കും, ഈ -2 7a മൾട്ടിപ്ലൈ ആണ്, അല്ലേ?
അപ്പൊ -2 × 7a. ഇനി വേറൊരു കാര്യം നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ -2 -3 മൾട്ടിപ്ലൈ ആണ്. പക്ഷെ ഈ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് നമുക്ക് ഡയറക്റ്റ്ലി പോസ്റ്റ് ചെയ്താലോ. ഇനി നോക്കേണ്ട ഒരു കാര്യം 2ഉം 3ബിയും 2 × 3b 6. അതായത് -14a + 6b ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. ഇനി ഒരു മിനിറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. തീയോ എന്തും തീയുണ്ടോ? ഓക്കെ. ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളില്ലായിരുന്നു. -5 ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് വരും കേട്ടോ. പക്ഷെ നമ്മൾ പഠിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഇതൊക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ. ഞാൻ വിശ്വസിക്കുന്നു ഈ ക്ലാസ്സിൽ എല്ലാവർക്കും പഠിക്കാൻ ഒരു മനസ്സുണ്ട്. ഓക്കെ. -5. ഞാനൊരു കാര്യം പറയാം. ഇത് എവിടെയും പറഞ്ഞു തരത്തില്ല. ഇത് എവിടെയും പറഞ്ഞു തരുമോ? ഇല്ല. ഇത് പഠിപ്പിച്ച് കഴിഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ ഇതിന്റെ ഇമ്പോർട്ടൻസ് അങ്ങനെ ആർക്കും അറിയത്തില്ല. അത് അറിയുന്നത് കൊണ്ടാണ് നിങ്ങളെ വിളിച്ചിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞത്. അല്ലേ? ഓക്കെ. സോ ഇനി ശ്രമിച്ചില്ല. -5 × 3a - 40 എന്ന് മക്കൾ വരിക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ശരി. ഇനി ഇവിടെ നോക്കുന്ന ഒരു കാര്യം മക്കൾ എവിടെ നോക്കിയാൽ രണ്ടുപേര് പോയ ക്ലാസ് നോക്കി ബോറടിച്ചായി. ഓക്കെ ശരി. അപ്പൊ നമ്മൾ ആരൊക്കെ മൾട്ടിപ്ലൈ ഉണ്ട് നോക്കിയേ. -5 × 3. -5 × 3 എന്താ? അല്ലേ? സിമ്പിളാ. -5 × 3a എന്താ? നമുക്ക് വരുന്നത് -15a. -5 × 3 എന്ന് പറയുന്നത് -15a. ഇനി ആ ആരാ ഫാത്തിമ സനീഷ ഹുസൈൻ കേട്ടോ. ഇനി എന്താ മോളെ -5 × -40 നോക്കി കുട്ടികളെ. ഈ നെഗറ്റീവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് വരണ്ടേ? അല്ലേ? ഈ നെഗറ്റീവും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് വരണം. ഹലോ, ആരാ ആരാ വന്നേ? ഇല്ല, അവർ വരും. ഒരു 5 മിനിറ്റ് വരും. രണ്ടുപേരും കേട്ടോ. രണ്ടുപേരോട് വരും. 3 പേരുണ്ട് മൊത്തം. ഒരു 5 മിനിറ്റിൽ വരും. സോറി സോറി. ഓക്കെ. സോ ഇനി ഇവിടെ നോക്കിയേ. -× പ്ലസ് ആണ്. സോ പ്ലസ് ഇവിടെ എന്താ പറ്റുന്നത്? വാട്ട് ഇസ് ഹാപ്പനിങ്? ഇവിടെ 5 × 4. 5 × 4 എന്താ? 20. +20 ഇതാണ് ആൻസർ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ തരാം. ചെയ്തേ മൊത്തം ചെയ്ത മക്കളെ. ചെയ്തേ ഒന്ന് പെട്ടെന്നാട്ടെ. ഒന്ന് ജോയിൻ ചെയ്തോളെ. ചെയ്ത ടീച്ചർ ഉണ്ടോ ക്ലാസ്സിൽ? ഓക്കെ ശരി.
എന്താണ് ആൻസർ? കുറെ പേര് എന്തൊക്കെയോ ആൻസർ പറയുന്നു. -6a+21b. ഓക്കെ, ശരി. ബാക്കി എന്തേ? അത് ഫാത്തിമ ഷായും ഫാത്തിമ സനീഷയും പറഞ്ഞ ആൻസർ. ബാക്കിയൊക്കെ എന്തേ? പറഞ്ഞാണ് എല്ലാവരും. കുട്ടികളെ ചെയ്ത കുട്ടികളെ കുട്ടികളെ പെട്ടെന്നാട്ടെ 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 പെട്ടെന്ന് പെട്ടെന്ന്. കിട്ടിയോ? ഓക്കെ ഓക്കെ, കിട്ടുന്നുണ്ട് എല്ലാവർക്കും. ഗുഡ് ഗുഡ് ഗുഡ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? -3 × 2a പോയോ എല്ലാവരും? ഹലോ, ഇല്ല, -3 × 2a - 7b എന്താണ് വരിക? -3 × 2a - 7b -6a+21b. -6a+21b അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലെങ്കിൽ പറയൂ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കുഴപ്പമില്ല, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി -6 × 4a - 3b. -6 × 4a - 3b എന്താ വരിക? -6 4a മൾട്ടിപ്ലൈ. അപ്പോൾ -6 4a മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -24a. ഇനി എന്താ മക്കളെ? ഈ -6ഉം ഈ -3 മൾട്ടിപ്ലൈ, ഈ -6ഉം ഈ -3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? നമുക്ക് വരുന്നത് 18b ആണ് അല്ലെ? സോ -24a +18b വരും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. തേർഡ് ക്വസ്റ്റ്യൻ ഏതാണ്? ഇതാണോ? ഉം, ഈ ക്വസ്റ്റ്യൻ ആണോ? ഇതാണോ? പറയുന്നത് ഓക്കെ, ഇതായിരിക്കും -8. അത് ഞാൻ പറഞ്ഞു കേട്ടോ, അത് ഞാൻ പറഞ്ഞു കേട്ടോ. അതായത് തേർഡ് ക്വസ്റ്റ്യൻ -8 × 7a + 4b. -8 × 7a + 4b. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ -8ഉം 7aയും -8ഉം 7aയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ -8ഉം 7aയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -8 × 7 എത്രയാ? -56a. ഇനി -8ഉം 4bയും -8ഉം 4bയും മൾട്ടിപ്ലൈ ചെയ്യാം. -8ഉം 4bയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക നമുക്ക്? -32b. ഇതാണ് ആൻസർ വരിക. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ -8ഉം 7ഉം മൾട്ടിപ്ലൈ ചെയ്യണം, -8ഉം 4bയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി എന്താ നമുക്ക് അവസാനത്തെ കിട്ടും? 15 × 2a - 3b - 4c. ഇത് എളുപ്പമാണ്, മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ, ഒട്ടും വ്യത്യാസമില്ല. ഓക്കെ, ഒട്ടും വ്യത്യാസം ഞാൻ പറഞ്ഞ കഴിഞ്ഞാൽ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തത് എന്തൊക്കെയാ? 15ഉം 2aയും മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 15ഉം 2aയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 15ഉം 2aയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? നമുക്ക് 15ഉം 2aയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? നമുക്ക് 30 കിട്ടും അല്ലെ? നമുക്ക് 30a കിട്ടും. ഇനി 15ഉം -3b മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? 15ഉം -3b മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? -45b കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എന്താ? 15ഉം -4c മൾട്ടിപ്ലൈ അല്ലെ? 15ഉം
-4c മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? -16c മൾട്ടിപ്ലൈ ചെയ്യും. ഇത് കിട്ടും നമുക്ക് ആൻസർ. ഓക്കെ, ഇന്നിപ്പോ എത്ര ഉള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഞാൻ നാളെ ഇതിന് ബാക്കി കൺഫെഷൻ. ഓക്കെ, അപ്പോൾ ഇന്ന് വന്നവര് നാളത്തേക്ക് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, ഓക്കെ എവരിവൺ, ഇന്ന് വന്നവരെല്ലാരും നാളത്തേക്ക് ഇത് പഠിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു എവരിവൺ, ബൈ. ഇന്ന് ഇത്രേ ഉള്ളൂ, ഇന്ന് ഇത്രേ ഉള്ളൂ. ഞാൻ ബാക്കി നാളെ എടുക്കാം കേട്ടോ. ബേസിക് ക്ലാസ്സിലെ നാളെ ബാക്കി റെഡി ആക്കി തരാം. ഏതാ മോനെ അദീന രാജു? ലാസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല അദീനയ്ക്ക്? അതിലെന്തല്ല മോനെ, എളുപ്പല്ലേ? അതായത് 15 2 മൾട്ടിപ്ലൈ 30 വരും. 15 -3 മൾട്ടിപ്ലൈ അപ്പോൾ -45 വരും. 15 -4 മൾട്ടിപ്ലൈ അപ്പോൾ -60 വരും. അപ്പം അത്രയുള്ള സംഭവം അല്ലേ? ഓക്കെ, ഓക്കെ അദീന, ടീക്ക്. അപ്പം നാളെ വരണം എല്ലാവരും. നാളത്തെ ക്ലാസ് മിസ്സാക്കില്ല എല്ലാവരും കേട്ടോ. ഹോംവർക്ക് ഇല്ലേന്നോ? പറഞ്ഞു, ഹോംവർക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇടപെട്ടാൽ മതിയോ ഇന്നലത്തെ പോലെ? എങ്ങനെ വല്ല ഹോംവർക്ക് ഇടാം? ഹോംവർക്ക് ഓക്കെ, അതേപോലെ ഞാൻ ഇന്ന് ഗ്രൂപ്പ് ഇടാം കേട്ടോ. ഇതിലുണ്ടാവും ഈ PDF ഷെയർ ചെയ്യുമ്പോൾ PDF ഹോംവർക്ക് ഉണ്ടാവും. താങ്ക് യു.